പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തുന്ന ഉപവാസ സമരം അവിടെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിന് മുന്നിലാണ് 24 മണിക്കൂർ നീളുന്ന ഉപവാസം. ഡോക്ടർ MK മുനീർ MLA ആണ് സമരം ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി സമീർ C മുഹമ്മദ് ചേരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം രൂക്ഷമാണ്. ഈ മാസം 10 മുതലാണ് വിതരണക്കാർ വിതരണം നിർത്തിവെച്ചത്. അതായത് അതിന്റെ കാരണം അവർക്ക് നൽകേണ്ട കുടിശ്ശിക ലഭ്യമാക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. സെപ്റ്റംബർ മാസം വരെയുള്ള 90 കോടി രൂപയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അതിൽ ഒരു വിഹിതമെങ്കിലും ലഭ്യമായാൽ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ ഒരുക്കമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. MK രാഘവൻ MP നടത്തുന്ന ഏകദിന ഉപവാസമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഈ ഉപരോധ സമരം. രാവിലെ 8 മണിയോട് കൂടിയാണ് ഇത് ആരംഭിച്ചത്. 10 മണിയോട് കൂടെ ഇതിന്റെ ഉദ്ഘാടനം ഡോക്ടർ MK മുനീർ MLA നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. MK രാഘവൻ MP തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ സർക്കാരിന് കണ്ണു തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? അതെ, സർക്കാരിന് കണ്ണ് തുറന്നേ പറ്റൂ. കാരണം ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണല്ലോ. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി മരുന്നില്ല, ഒന്നുമില്ല. മരുന്നിൻ്റെ ക്ഷാമം, മറ്റ് സർജറി നടക്കുന്നില്ല, ഡയാലിസിസ് നടക്കുന്നില്ല, ഇൻസുലിൻ പോലും കിട്ടുന്നില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നിട്ട് 2 ആഴ്ചയായി. അപ്പോൾ ഗവൺമെൻറ് തന്നെയാണ് പരിഹാരം കാണേണ്ടത്. 90 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അവർ സമരത്തിലാണ്. 6ഓളം ജില്ലകളിലെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പാവപ്പെട്ടവർ, പ്രത്യേകിച്ച് ഒരു മാർഗമില്ലാത്തവർ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി പ്രതികരിക്കാത്തത്? ഈ രോഗികൾ എങ്ങോട്ട് പോകണം? അവർക്ക് സ്വകാര്യ ആശുപത്രി പോകാൻ കഴിവില്ല. 10,000 പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ഈ ഉപവാസ സമരം ആരംഭിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടണം, പരിഹാരം കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എന്തായാലും MK രാഘവൻ MP സംസാരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. എന്തായാലും കാരുണ്യ പദ്ധതി വഴിയാണ് ഇനിയിപ്പോൾ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാൻ പോകുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഉടൻ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കട്ടെ എന്ന് നമ്മൾ മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടും. മന്ത്രിയുടെ ഉറപ്പ് വന്നതിന് ശേഷം എന്താണ് ഈ പ്രശ്നം, എന്തായിരുന്നു അവിടുത്തെ പ്രശ്നമെന്ന് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. എന്തായാലും പരിഹാരം ഉണ്ടായി, അത് ഉണ്ടാകും എന്ന് കൃത്യമായി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി അവരവിടെ പ്രതിഷേധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലും ഉണ്ട്. 8 ദിവസമായി മരുന്നില്ല, എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള പരിഹാരത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നത്.